തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് മലയാളികൾ. ഓണപ്പൂക്കളം ഒരുക്കാനും സദ്യവട്ടത്തിനുമായി രാത്രി വൈകിയും വിപണികളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അപ്പൊ ഉത്രാട പാച്ചിൽ ഇതേ അതിന്റെ അവസാനത്തോടടുക്കുവാണ്. നാളെ തിരുവോണമാണ്. അതേ തിരക്ക് മാത്രമല്ല, വഴിയോര കച്ചവടക്കാരുടെ അവസാനഘട്ട പണിയിലും ഇവിടെ തകൃതിയായിട്ടാണ് നടക്കുന്നത്. നാളെ തിരുവോണമാണ്. എല്ലാവരും പായസത്തിന് വേണ്ടി സദ്യക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള കാര്യങ്ങളാണ് എല്ലാവരും ചെയ്യുന്നത്. ഓണക്കോടി ഉടുക്കണം എല്ലാവർക്കും. നാളെ തിരുവോണമാണ്. അപ്പൊ ഇന്ന് എല്ലാ പണിയും തീർക്കണം എന്നുള്ളതാണ് എല്ലാവർക്കും ഉള്ളത്. അമ്മ എല്ലാം കഴിഞ്ഞോ? കച്ചവടമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞില്ല, സ്വല്പം കൂടെ നേരാവും. നാളത്തെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള പണിയിലാണ്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കുഴപ്പമില്ല, നല്ലതായിട്ട് എല്ലാവർക്കും കച്ചവടമുണ്ട്. എല്ലാ വീട്ടിലോട്ട് വേണ്ടുന്ന എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? എല്ലാം വാങ്ങിച്ചു വെച്ച് എല്ലാരും റെഡിയാണ് നാളെ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന് ഉത്രാടപ്പാച്ചിലാണ്. ഉത്രാടപ്പാച്ചിൽ നമ്മളിപ്പോ കേൾക്കുന്ന ഈ പാച്ചില് എന്ന് പറയുന്ന ആ ഒരു രീതി തന്നെയാണ് ഇവിടെ. ഇപ്പൊ എനിക്ക് ചേച്ചി എങ്ങനെയുണ്ട് ഓണൊക്കെ? അടിപൊളി കച്ചവടം മകള്, അടിപൊളിക്കണ കച്ചവടം മകള്, സൂപ്പർ കച്ചവടം. നല്ല തിരക്കാണ്. നല്ല തിരക്കാണ്. രാവിലെ മുതലേ ഈ തിരക്ക് രാവിലെ മുതൽ രാത്രി വരെ ഈ തിരക്ക് തന്നെ. അപ്പോ ഇവിടെ വഴിയോര കച്ചവടക്കാരും മറ്റ് കച്ചവടക്കാരും ഇപ്പൊ ഈ പുറത്ത് കാണുന്ന ഈ തിരക്ക് നമുക്കിപ്പോ നടന്നു പോകുന്നതുകൊണ്ട് വലിയ പ്രശ്നം വരുന്നില്ല. പക്ഷെ ഈ ടെക്സ്റ്റൈൽസിന്റെ ഉള്ളിലോട്ടൊക്കെ കടകളിലോട്ടൊക്കെ കയറിയാല് വലിയ തരത്തിലുള്ള തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇവിടെ ചില സമയങ്ങളില് ചില ഭാഗങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് നടക്കാൻ പോലുള്ള ഒരു സ്ഥലം കിട്ടുന്നില്ല. ചേട്ടാ, ഓണത്തിന്റെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞോ? പർച്ചേസിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന നല്ല തിരക്കുണ്ട്. എല്ലാം കഴിഞ്ഞു? ഇപ്പൊ ഇല്ല, കഴിഞ്ഞില്ല, ഇനിയുണ്ട്. ചേട്ടൻ ഇവിടുന്നാണോ സ്ഥിരമായിട്ട് വാങ്ങിക്കാറ്? സ്ഥിരം ഇവിടെ നിന്നാണ് വാങ്ങാറുള്ളത്. എന്താ പുറത്തുനിന്നുള്ള മാറ്റമുണ്ട് വിലകൾക്കൊക്കെ? നല്ല കുറവുണ്ട് വിലകള്. പൊതുവെ എങ്ങനെയാ വില കൂടുതലാണ് ഇപ്രാവശ്യത്തെ ഓണം? അല്ല, വില കൂടുതലല്ല, വില കുറവാണ്. പൊതുവെ വലിയ കുഴപ്പമില്ല വില എന്നാണ് പറയുന്നത്. വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും ആരും അങ്ങനെ പറയുന്നില്ല. പക്ഷെ നമ്മൾ ഇന്ന് രാവിലെ വാർത്തയിൽ കണ്ടതുപോലെ മുല്ലപ്പൂവിന് 3000-6000 രൂപയൊക്കെ ആയി എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു. ചേച്ചി, ഓണൊക്കെ എവിടെ വരെത്തി? എല്ലാം മേടിച്ചൊക്കെ കഴിഞ്ഞോ? വീട്ടുകാരൊക്കെ ആയിട്ടാണോ പർച്ചേസിംഗിന് വന്നത്? ഞാൻ എന്റെ ഭർത്താവുമായിട്ടാണ് വന്നത്. മക്കളൊക്കെ? മക്കള് വീട്ടിലുണ്ട്. മക്കൾക്കൊക്കെ തുണി എടുക്കാൻ വേണ്ടിട്ടാണ്, കൊച്ചുമക്കൾക്ക് വേണ്ടിട്ട്. ഉത്രാടപ്പാച്ചില് കാത്തു നിന്നതാണ് തുണി എടുക്കാൻ വേണ്ടി? അല്ല, നമ്മൾക്ക് ജോലി കൂലിപ്പണിക്കല്ലേ പോണേ. അപ്പോഴ് ജോലി കഴിഞ്ഞ് വന്ന ഇന്ന് അവധിയുണ്ട്. നേരത്തെ വന്നത്തിരി അങ്ങനെ. അപ്പൊ ഇന്ന് അവധി കൂടി ആയതുകൊണ്ടാണ് പലരും ഇന്ന് പർച്ചേസിങ്ങിന് ഇറങ്ങിയത്. അത് മാത്രമല്ല, നമ്മുടെ ഒരു ട്രെൻഡാണ് ഉത്രാടപ്പാച്ചിലിന് ഇറങ്ങി തിരുവോണത്തിന് സാധനം വാങ്ങിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ പലരുടെയും ഒരു ട്രെൻഡ് കൂടിയാണ്. മാത്രമല്ല, ചിലപ്പോ ചില സമയങ്ങളിൽ നമുക്ക് തോന്നാറുണ്ട് ഈ ഓണം വന്നത് സെക്കൻഡ് സാറ്റർഡേയും സൺഡേ ആണ്. അപ്പൊ വലിയ തരത്തിലുള്ള ഒരു പ്രശ്നം, പലർക്കും ലീവിന്റെ കാര്യത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രശ്നം വരുന്നില്ല. തിരുവോണമാണ് നാളെ. അപ്പൊ നമ്മൾ പലരുടെ അടുത്തും പലരും തിരക്കിലാണ്. ഇതെല്ലാം വാങ്ങിച്ചിട്ട് വേണം ഇനി പലർക്കും വീട്ടിൽ പോവാൻ. ചേച്ചി, ഓണൊക്കെ എവിടെ വരെ എത്തി? ഓണം എത്തി. ഓണം നാളെയാണ്. എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? എല്ലാം വാങ്ങിച്ചു. എല്ലാം റെഡിയാണ്. ഇനി നാളെ ഓണായാൽ മതി. പൂക്കളൊക്കെ വാങ്ങിച്ചോ? പൂക്കള ഇടില്ല, പിന്നെ വീടിനടുത്ത് ഇടും അവര് പിള്ളേരൊക്കെ. വീട്ടില് പൂവ് ഇടില്ല. ഓക്കെ. ചേച്ചി, ഓണൊക്കെ എങ്ങനെയുണ്ട്? ഉത്രാടപ്പാച്ചിൽ എങ്ങനെയുണ്ട്? കൊള്ളാം. എല്ലാരും ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലാണ്. ഇതിപ്പോ ഏകദേശം രാത്രിയോട് അടുത്തുകൊണ്ട് തന്നെ പലർക്കും സാധനങ്ങളെല്ലാം വാങ്ങി ഇനി വീട്ടിലോട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്നുള്ള ഇതാണ്. രാത്രി ഏറെ വൈകിയും ഇത്തരത്തിലാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള കാഴ്ചകൾ. സദ്യവട്ടങ്ങൾ ഒരുക്കാനുള്ള പച്ചക്കറിക്ക് വില അധികം വർദ്ധിച്ചിട്ടില്ല എങ്കിലും നേരത്തെ ദിൽന സൂചിപ്പിച്ചതുപോലെ പൂവിനങ്ങൾക്ക് വലിയ വിലയാണ് നൽകുന്നത്. പ്രത്യേകിച്ച് രാവിലെ 3000 രൂപ കിലോയ്ക്കുണ്ടായിരുന്ന മുല്ലപ്പൂവിന് ഉച്ചയ്ക്ക് ശേഷം 6000 രൂപയായി. വയനാട് ദുരന്തം ആഘോഷങ്ങളുടെ മാറ്റു കുറച്ചിട്ടുണ്ടെങ്കിലും ഓണക്കോടി വാങ്ങാനും മറ്റുമായി വിപണികളിൽ വൻ തിരക്ക് തന്നെയാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത്.